എന്നോട് ചോദിച്ചു ഞാൻ ലിവർ മേടിച്ചെന്നാ കൊതികൊണ്ട് അടിയെന്ന് പറഞ്ഞു. നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. കൂടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ഇട്ട് വെച്ച് കറി വെച്ച് വേവിച്ചു കൊടുത്തു, എല്ലാം വെച്ചു. പക്ഷെ അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഈ 2 ദിവസം മുന്നേ നമ്മുടെ AMMയുടെ ഒരു വിരുന്ന് അമ്മ അത് ഞാൻ ഒരിക്കലും സമ്മതിച്ചില്ല. ഇതിനെതിരായ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പേര് പറയുന്ന AMM. നമ്മുടെ അമ്മേനെ നമ്മളെ AMM എന്നാണ് വിളിക്കുക. സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അതിൽ എല്ലാവർക്കും ഉണ്ടല്ലോ. അല്ലെ വിളിച്ചു ചോദിക്കാം എന്താ ഞങ്ങളെ വിളിക്കാതിരുന്നേ. ആൾക്കാർക്ക് ഒരു കണ്ടന്റ് വേണമല്ലോ എന്നും എന്തെങ്കിലും പറയണമെങ്കിൽ. കണ്ടന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന എല്ലാം തോന്നിയതുപോലെ എടുത്ത് നമുക്ക് വാരി വലിച്ച് തിന്നാൻ പറ്റുമോ? ഫാന്റാസ്റ്റിക് ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് പൊന്നമ്മ ചേച്ചീസ് ഫിഷ് കറി അടിപൊളി. അതിന് വേണ്ടിയിട്ട് പൊന്നമ്മ ഒഫീഷ്യൽ ബാബു സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. വാച്ച് കാണാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുന്നതല്ല, പക്ഷെ കണ്ട സ്ഥിതിക്ക് ചോദിക്കണല്ലോ, ഡയമണ്ട് ആണോ? എന്ത് തോന്നുന്നു? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ ഹായ് നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് ഹോളിഡേന്റെ സൂപ്പർ അടിപൊളി കിച്ചണിലാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ സംതിങ് സ്പെഷ്യൽ ക്രിസ്മസ് എപ്പിസോഡിലാണ് ഞാൻ നിൽക്കുന്നത്. കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. എനിക്ക് കുക്കിങ്ങിനെ കുറിച്ച് ABCD അറിയില്ല. ഇത് അഭിമാനത്തോടെ പറയല്ല, സത്യം പറയണല്ലോ എന്നോർത്ത് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കിച്ചൺ ഭരിക്കാനായിട്ട് ഒരു അടിപൊളി ഷെഫിനെ വെൽക്കം ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ഒരുപാട് കുക്കിംഗ് വീഡിയോയിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, സിനിമയിലും സീരിയലും നാടകത്തിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ വിളിക്കാൻ പോകുന്നത് മലയാള സിനിമയുടെ പൊന്നമ്മ, നമ്മുടെ സ്വന്തം പൊന്നമ്മ ചേച്ചിയാണ്. അപ്പോൾ ഒരു അടിപൊളി കൈഡിയോട് കൂടി വെൽക്കം ചെയ്യാണ് പൊന്നമ്മ ബാബു. യെസ്, മാസ് എൻട്രി ആണ്. നമസ്കാരം പൊന്നമ്മ ചേച്ചി. ആദ്യം തന്നെ ക്രിസ്മസ് വരാൻ പോവാണ്, ക്രിസ്മസ് വിഷസ് നേരാണ്. അഡ്വാൻസ് ആണോ? അഡ്വാൻസ് ആണ്. അഡ്വാൻസ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിനെ കുറിച്ച് ചോദിക്കുമ്പോ തന്നെ ആദ്യം നമ്മൾ പൊതുവേ ഉള്ള ക്ലീഷേ ചോദ്യമാണ്, ക്രിസ്മസിനെ കുറിച്ച് ആലോചിക്കുമ്പോ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഡിഷ് ഏതാ? ആ ഡിഷാണ് ഇപ്പോഴും ഉണ്ടാക്കാൻ പോകുന്നതാണോ? ആണോ 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 നമുക്ക് ഫിഷ് ഇവിടെ റെഡിയാണ്. ഫിഷ് ഉണ്ടാവും. എന്നാലും ഞങ്ങൾ ആദ്യം പറയണ ഞങ്ങള് ഡക്കിന്റെ ആളാ. താറാവാണ്. താറാവ്, ഡക്ക്, കള്ളപ്പം ഡക്ക്, അല്ലെങ്കിൽ നമ്മളെ ചിക്കൻ ഡക്ക് ചിക്കനും വേറെ റോസ്റ്റ് ഉണ്ടാക്കും. മപ്പാസ് നമ്മുടെ താറാവ് അങ്ങനെ താറാവ് മപ്പാസ് ഉണ്ടാവും, പിന്നെ നല്ല കള്ളപ്പം ഉണ്ടാവും. യെസ്, എനിക്കും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നല്ല കള്ളപ്പവും നല്ല ചിക്കൻ കറിയാണ്. പക്ഷെ ഇതൊന്നും അല്ല നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഫിഷ് മോളിയാണ്. ഞാനല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അടിപൊളി എന്ന് പറയാൻ പറ്റത്തില്ല. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് കുക്കിംഗ് അറിയത്തില്ല, അതുകൊണ്ട് കുക്കിംഗ് അറിയുന്ന ഒരാളെ എനിക്ക് പറഞ്ഞു തരാൻ പോവാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഒന്നുമില്ല, ഒരു പാത്രം എടുക്കുക. ഒരു പാത്രം അത് നമുക്ക് പിന്നെ ഈ ആവോലിയാണ് നമ്മൾ വെക്കുന്നത്. ആവോലി മപ്പാസ് ആണ് വെക്കുന്നത്, ഫിഷ് മോളി അല്ല കേട്ടോ. അവിടെ പാളി. യെസ്, അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? ഇതാണ് ഫിഷ്. ഇത് കണ്ടാ നല്ല അടിപൊളിയായിട്ട് ചെത്തി മിന്നിക്ക് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മള് ഇങ്ങനെ അങ്ങ് പൊട്ടിക്കുക. എന്നിട്ട് നമ്മള് ഇവനെ അങ്ങോട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പാനിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ അതിനുമ്പോ ചാടി. അതെ, ജീവനുണ്ടോ? ഇച്ചിരി ചാട്ടം കൂടുതലുള്ള മീനാന്ന് തോന്നുന്നു. ഇനി നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അതിനു വേണ്ടി ലേശം മഞ്ഞൾപ്പൊടി. ലേശം എന്ന് പറയുമ്പോ ഇത്രയാണെന്നാ തോന്നണേ. മതിയോ? ലേശം മഞ്ഞപ്പൊടി ഇത് മാറ്റി വെക്കാമേ. ഇങ്ങോട്ട് വെക്കട്ടെ, എടുത്തെടുത്ത് വെക്കണമല്ലോ. ആ സ്പൂണൊന്നും തരാമോ? തരാമല്ലോ. യെസ്, കുരുമുളക് ഇത്ര വേണോ? ഇട്ടു. ലേശം കുരുമുളക്, പിന്നെ നമുക്ക് ലേശം ഉപ്പ്. എല്ലാം ഒരു മനക്കണക്ക് കേട്ടോ. ഇത് കൂടി പോയോ? അല്ലല്ലോ. ഓക്കെ, ഞാൻ ലേശം മുളക് പൊടി, ലേശം ഒന്ന്
വറുത്തെടുക്കാൻ വേണ്ടി അതെ, നമുക്ക് ഈ ടേബിൾ സ്പൂൺ ടീസ്പൂൺ കണക്കൊന്നുമില്ല, നമുക്ക് എല്ലാം മണക്കണക്കാം. നമുക്ക് ഉപ്പിട്ടല്ലോ, ഉപ്പിട്ടു, മുളകിട്ടു, മഞ്ഞപ്പൊടി ഇട്ടു. യെസ്, അപ്പൊ നമ്മള് മുളക് പൊടി ലാസ്റ്റ് ഇട്ടു. ഇനി നമുക്കൊരു ലേശം നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ശരിക്കും പിഴിയാം. മതിയാവോ? നാരങ്ങ അല്ലെങ്കിൽ ലേശം വിനാഗിരി നമ്മൾ എടുക്കുമ്പോഴേ. യെസ്, ഇത് കൈകൊണ്ട് നന്നായിട്ട് മൊത്തം എല്ലായിടത്തും നല്ലതായിട്ട് അങ്ങ് പറ്റിക്കേ. അപ്പുറം ഇപ്പുറം ഫിഷ് നല്ല ഇതൊക്കെ എടുത്ത് ചെയ്യാം. വീട്ടിലെ 2 പെൺപിള്ളേരും ഒരാൺകുട്ടിയും അല്ലേ? അവര് 3 പേരും നന്നായിട്ട് കുക്ക് ചെയ്യും. ആണോ? നമ്മള് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അതോ അവരെല്ലാം പഠിക്കാനല്ല. എന്റെ ഹസ്ബൻഡ് ഞാനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാ. അത് ഞാൻ ആക്ച്വലി ഈ ക്യാമറ ഓൺ ആവുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിച്ചായിരുന്നേ. ആള് വളരെ ചെറുപ്പത്തില് കല്യാണം കഴിച്ച ഒരാളാണേ. അത് മാത്രല്ല, ഈ കല്യാണം കഴിക്കുന്നതിന് മുന്നേ കുക്കിങ്ങിനുള്ള അവസരം ഒന്നും ഉണ്ടായിട്ടില്ല. നാടകം, ഡാൻസ്, പിന്നെ സിനിമ അല്ലെ? അപ്പൊ ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഈ കുക്കിംഗ് ഒരു അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലേക്ക് എത്തിയത്? പിള്ളേരുണ്ടായപ്പം പിള്ളേർക്കൊക്കെ ഇച്ചിരി നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നുമല്ലോ നമുക്ക്. പിന്നെ എല്ലാരും നല്ലതായിട്ട് എല്ലാരും. അപ്പൊ അതുവരെ ഹസ്ബൻഡിന് എന്നെ ഉണ്ടാക്കി കൊടുത്തു. ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ IFFK റീസെന്റ് ആയിട്ട് നമുക്ക് 2025 IFFK നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ 2 ദിവസം മുന്നേ നമ്മുടെ AMMയുടെ ഒരു വിരുന്ന്, അതില് അടി വെച്ചിരുന്നു അമ്മ. ഓക്കെ, AMMA എന്ന് പറയാനാണ് താല്പര്യം, എന്നാലും കുഴപ്പമില്ല. അമ്മ അത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരില്ല. മറ്റുള്ള ആൾക്കാർ, നിങ്ങളെ പോലെയുള്ള യൂത്ത് ആൾക്കാർ വന്നപ്പോഴും മറ്റുള്ള ഇതിനെതിരായ കുറച്ച് ആൾക്കാരും ഇങ്ങനെ പേര് പറയുന്ന AMMA അല്ല. നമ്മുടെ അമ്മേനെ നമ്മളെ AMMA എന്നാണ് വിളിക്കുക. അമ്മ. പൊന്നമ്മ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം അമ്മ ഒരു വിരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സവോള ഇടാം, അതിനിടയ്ക്ക് നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതാട്ടോ, പാവം. ഇളക്ക്. ഇഞ്ചി ആദ്യം നമ്മൾ സവോള ഇട്ടു, പിന്നെ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി. നമ്മൾ എരിവെന്ന് പറയുന്ന സാധനം ഇതാണ്. പച്ചമുളക്, ഇച്ചിരി ലേശം കുരുമുളക് ലാസ്റ്റ് ചേർക്കും. നമ്മള് മീൻ പൊരിക്കാനായിട്ട് വെച്ചപ്പോ അതിലും അതൊക്കെ അത് പെട്ടെന്ന് ചുപ്പിട്ടാലേ പെട്ടെന്ന് അതിനെ കിട്ടും. ചോദിച്ചോ നീ അമ്മ. ഇത് കയ്യിലുണ്ട്, എനിക്കിങ്ങനെ അടിക്കാവല്ലോ. ഒരു വിരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാരും അറിഞ്ഞതാണ്. അത് ഏറ്റവും സംസാര വിഷയമായ കാര്യം എന്താ വെച്ചാല് പലരും ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും, അമ്മ സംഘടനയിലുള്ളവർ തന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊക്കെ കാര്യം ഇങ്ങനെ പുറത്തു വന്നപ്പോ, അമ്മയിലെ ആക്റ്റീവ് മെമ്പറാണ്, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അഭിപ്രായം പറയുന്ന ഒരാളാണ്. അപ്പൊ ആളെ കൈ കിട്ടിയ സ്ഥിതിക്ക് അതൊന്ന് ചോദിച്ചേക്കാന്ന് വെച്ചിട്ട് ചോദിക്കാണ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഉള്ള ആൾക്കാരാണ് കൂടുതൽ പങ്കെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് ഇതിന്റെ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കാണ് പെട്ടെന്ന് വരാൻ പറ്റുന്നത്. എറണാകുളത്തുള്ള ആൾക്കാർക്ക് എത്താൻ പറ്റില്ല. കാരണം അവർക്ക് ട്രാവലിംഗ് എക്സ്പെൻസ്, രണ്ടാമത് റൂം, ഇതൊക്കെ വേണം. മനസ്സിലായോ? അപ്പൊ അതൊരു വിരുന്ന് അവർ സംഘടിപ്പിച്ചപ്പോ ഈ തിരുവനന്തപുരത്തുള്ള ആൾക്കാരെ എല്ലാവരെയും അറിയിച്ചു. ഇപ്പൊ എല്ലാവരെയും അറിയിച്ച് എന്നാ ഇങ്ങനെ ഒരു ഉണ്ടെന്നും പറഞ്ഞിട്ട് അവരാണ് പങ്കെടുത്തേക്കുന്നത്. അതൊരു എന്താ പറയണേ, അറിഞ്ഞില്ല കേട്ടില്ല ഒന്നും പറയില്ല. അങ്ങനെ നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ ചോദിക്കണമെന്ന്. എന്താണ് നമ്മൾ അറിയിക്കായിരുന്നേ? അത് നമ്മളിപ്പോ അമ്മയുടെ അടുത്ത് നിന്ന് ചോദിക്കില്ല, അമ്മ എന്താ അമ്മ എന്നോടൊരു വാക്ക് പറയായിരുന്നേ, അവരോടൊക്കെ പറഞ്ഞല്ലോ അമ്മ, അങ്ങനെ എന്നോടൊന്നും പറഞ്ഞു. നമുക്ക് ചോദിക്കാമല്ലോ, എന്താ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ. അല്ലെ വിളിച്ചു ചോദിക്കാം, എന്താ ഞങ്ങളെ വിളിക്കാതിരുന്നേ? നമ്മളെ വിളിക്കാതിരുന്ന നമ്മളാരിപ്പോ എറണാകുളത്തുള്ള ഞാൻ അപ്പൊ പെട്ടെന്ന് ഓടി അങ്ങോട്ട് എത്താൻ പറ്റത്തില്ല. എറണാകുളത്തുള്ള ഫംഗ്ഷൻ വെച്ചാൽ നമുക്ക് ഓടിയെത്താം, നമുക്ക് ഓടിയെത്താം. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിന് ഞാൻ ചോദിക്കട്ടെ, ഇത് എപ്പോഴും ഒരു എന്തെങ്കിലും വേണമല്ലോ, ഇതേ പിടിച്ച് ആൾക്കാർക്ക് ഒരു കണ്ടന്റ് വേണമല്ലോ എന്തെങ്കിലും പറയണമെങ്കിൽ. കണ്ടന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? അല്ല കേട്ടോ, നമ്മളിപ്പം സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി എല്ലാം ചേർത്ത് നമ്മൾ വഴറ്റി, ആ കൂടെ നമ്മൾ തക്കാളി എടുത്ത് നമ്മൾ വഴറ്റി, ലേശം നമ്മൾ മഞ്ഞപ്പൊടി ലേശം ഇട്ടു. നമ്മുടെ എരിവ് ഇതാണ് നമ്മുടെ കുരുമുളക്. ഞാൻ ഇളക്കിയാൽ ഇതുപോലെ ആവില്ലെന്ന് പൊന്നപ്പ ചേച്ചിക്ക് അറിയാം. അതുകൊണ്ടാണ് നീ ഇങ്ങതാ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ മസാല മല്ലി നന്നായിട്ട് മൂക്കണം. അതാണ് മല്ലി നമ്മൾ ഇറക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു കുത്തല് മണം ഉണ്ടാവും അല്ലേ? ഫിഷ് മപ്പാസിനുള്ള മസാല ഏറെക്കുറെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിക്കാൻ പോവാണ്. നമ്മള് പുളി ഇളക്കി ഒഴിക്കാൻ പോവാണ്. നമ്മുടെ പാലൊഴിക്കുന്നു.
ഇതെങ്ങനെ ഒന്നാം പാല രണ്ടാം പാല അങ്ങനെ ഒന്നുമില്ല? ഒന്നാം പാല് രണ്ടാം പാലൊക്കെ ഉള്ളത് നല്ലതാ. പക്ഷെ നമ്മളിതിപ്പോ പാല് ഒരുമിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, യെസ്. നമ്മൾ ഇനി ആ ഫിഷ് എടുത്ത് അങ്ങനെ ഫിഷ് മപ്പാസിന്റെ മസാല റെഡി. അതിന് മുകളിലേക്ക് നമ്മൾ ആ പാതി വേവിച്ച അല്ലേ, പാതി വേവിച്ച ഫിഷ് കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി പാലൂടി തേങ്ങാപ്പാലൂടി ഉണ്ട് നമുക്ക്. അപ്പൊ നമുക്കിതൊന്ന് ഒന്ന് 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 നമുക്കിതൊന്ന് സെറ്റ് ആയതിനു ശേഷം രണ്ടാമത് ഒഴിക്കാനായിട്ട്. യെസ്. അപ്പൊ ഇനി നമ്മള് അപ്പം ഉണ്ടാക്കാൻ പോവാണ്. പാൻ റെഡി. അപ്പൊ ഉണ്ടാക്കുമ്പോ ചെറിയൊരു ഡാൻസ് ആവാം, മോഹിനിയാട്ടം കളിക്കുന്ന പോലെ. ഇതിപ്പോ നമ്മള് പാലപ്പം അല്ലേ, പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. കല്ലപ്പവും കള്ളപ്പവും ഒക്കെ ബെസ്റ്റ് ആയിരിക്കും അതിന്. അപ്പൊ നമ്മള് അപ്പം ശരിയാവുന്ന സമയം കൊണ്ട് ഫിഷ് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാൻ പോവാണേ. പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇത് ആക്ച്വലി ഗാർണിഷ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ, അത്രയും രസമുള്ള മസാലയും. ഞാൻ സത്യം പറഞ്ഞ അപ്പത്തിന്റെ ഒന്നും ആളല്ല കേട്ടോ, ഞാൻ ചോറിന്റെ ആളാണേ. ആണോ? എനിക്ക് 4 നേരം ചോറ് തന്നാലും ചോറ് കഴിക്കുന്ന ആളാ. അപ്പൊ ചോറ് നല്ല ചൂട് ചോറിന്റെ കൂടെയും നല്ല അടിപൊളി ഡിഷ് ആയിരിക്കും. അതെ, ഗാർണിഷ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് വേപ്പിലയുണ്ട് ഒരു ഭംഗിക്ക്. യെസ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഡിഷസിന്റെ ഏറെക്കുറെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞു. നമ്മുടെ മെയിൻ ഡിഷസ്, നമ്മുടെ അപ്പവും ഫിഷ് മപ്പാസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ രണ്ടുപേരും ഇത് ടേസ്റ്റ് ചെയ്തു. ഇനി ഇത് ശരിക്കും എങ്ങനെയുണ്ടെന്ന് ഒരു മൂന്നാമതൊരു അഭിപ്രായം പറഞ്ഞാൽ നല്ലതായിരിക്കില്ലേ പൊന്നമ്മ ചേച്ചി? ഒന്നാമതൊരാൾ കഴിച്ചിട്ട് അഭിപ്രായം പറയണമല്ലോ. അതിനാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോ നമ്മൾ മൂന്നാമതൊരാളെ ഇപ്പൊ വിളിക്കാൻ പോവാണ്. ഭക്ഷണത്തിനെ കുറിച്ച് പറയുമ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ കുക്ക് ചെയ്യുന്ന ആരും ഇല്ലെങ്കിലും നന്നായിട്ട് കഴിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഇദ്ദേഹം ഫുഡ് എന്ന് കേട്ട ബിഗ് ബോസിൽ ഇദ്ദേഹത്തിന്റെ പേരാണ് ഓർമ്മ വരിക. എനിക്കറിയാം, മനസ്സിലായി. നല്ല അടിപൊളി മുടിയൊക്കെ ഉള്ള നമ്മുടെ ഫ്രീക്ക് പയ്യൻ. ഹലോ, ഒളിച്ചു നിൽക്കട്ടെ, ഇനി പോരെ. പൊന്നമ്മ ചേച്ചിയുടെ ഒരു ബിഗ് ഫാൻ കൂടെ ആണെന്നാണ്. ഞാൻ ഇത് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ പൊന്നമ്മ ചേച്ചി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ വന്നത്. അപ്പോ ഞങ്ങള് രണ്ടുപേരും കൂടി കേട്ടോ, ഞാൻ ചേച്ചിയുടെ നേതൃത്വത്തിൽ ഞാനും കുറച്ചൊന്ന് ഉപ്പൊക്കെ ഇട്ടായിരുന്നു. അപ്പോ നമുക്ക് ചേച്ചിയുടെ ഈ അടിപൊളി ഡിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പം കൂട്ടി ടേസ്റ്റ് ചെയ്യാം. അപ്പം കൂട്ടിയിട്ട് ടേസ്റ്റ് ചെയ്യാം. ഇതെന്നാ ഫിഷ് മപ്പാസ്. എന്റെ മപ്പാസ് ഭഗവതികളെ, ഇതേപോലെ നല്ല കുട്ടികൾ. അതെങ്ങനെയാ, ഞാൻ എല്ലാത്തിനും പ്രാർത്ഥിച്ചിട്ട് കഴിക്കാറുള്ളൂ. അങ്ങനെ വേണമല്ലോ. അതെ, കൂടുതലെടുക്കാം. അപ്പൊ ആരും വഴക്ക് പറയില്ല. നല്ലതായിട്ട് കഴിക്കാൻ ഇല്ല, ഞാനേ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോ നന്നായി. കൊക്കിൽ ഒതുങ്ങാവുന്നതേ കൊത്താമാടോട് മനസ്സിലായി എനിക്ക്. നല്ല സോഫ്റ്റ് അപ്പം, പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നു, ചേച്ചിയുടെ മനസ്സ് പോലെ. കഴിക്കുന്ന കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഞങ്ങള്. ഓക്കെ, നല്ല മണമുണ്ട് അല്ലേ? എനിക്കറിയാം നല്ല മണമുണ്ട്, ഞാൻ അടുത്ത് നിൽക്കണാണല്ലോ. ചവച്ചിറക്കിട്ട് പറയ്. പൊന്നമ്മ ചേച്ചിയുടെ ഫിഷ് മപ്പാസ് അഭിപ്രായം ഞാനല്ലേ പറയേണ്ടത്? പ്ലീസ് പറയൂ, വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആസ്വദിച്ച് താമസിക്കത്തില്ല. ഫുഡ് ചവ അങ്ങനെയല്ല കഴിക്കണം, നമ്മള് കുറച്ച് ഫുഡ് എടുത്ത് ആസ്വദിച്ച് കഴിക്കണം. അല്ലേ പൊന്നമ്മ ചേച്ചി? അടിപൊളി. എല്ലാം ഞാൻ പിന്നെ അരിച്ച് കുറുകിയ പറയും കേട്ടോ. എല്ലാ മസാലകളും കറക്റ്റായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഒരു ഒന്നും കൂടുതലല്ല, ഒന്നും താഴെയല്ല. ആ ഒരു ആവോലിയുടെ ടേസ്റ്റ് ആണെങ്കിൽ ആവോലിയുടെ ടേസ്റ്റ്, എന്നാൽ ഒരു കുരുമുളകിന്റെ ചെറിയ ഒരു ടേസ്റ്റ് ആണെങ്കിൽ അതുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാല് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ട്. ഇതൊക്കെ ഞാൻ ഡീകോഡ് ചെയ്യുന്ന കണ്ടോ? ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാനിപ്പോ ഇങ്ങോട്ടല്ലേ വന്നത്. തക്കാളിയുടെ ആ ഒരു ചെറിയൊരു പുളിപ്പുണ്ടല്ലോ, അതും കറക്റ്റായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഓസം, ഫാന്റാസ്റ്റിക്, ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് പൊന്നമ്മ ചേച്ചീസ് ഫിഷ് കറീസ് അടിപൊളി. ഞാൻ പറയട്ടെ, ഇത്രയും വലിയൊരു ലെജൻഡിന്റെ കൈവച്ചുണ്ടാക്കിയ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോലും വേണം വേറൊരു ഭാഗ്യം. സത്യം, അതെ. അപ്പൊ ഫിഷ് കറിയുടെ കൂടെ ചേച്ചിയുടെ അനുഗ്രഹം കൂടി എനിക്ക് തരണം.
മതി. എല്ലാം നന്നായി വരും കേട്ടോ. ഓക്കെ. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. വായ്ക്ക് രുചിയുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അല്ലേ ബോധമുള്ള മലയാളികളല്ലേ നമ്മള്. കഴിക്കാൻ വേണ്ടി ഞാനിപ്പോ പൊന്നമ്മാസ് കലവറാന്ന് പറഞ്ഞ എനിക്കൊരു ഓൺലൈൻ ഫുഡ് ഉണ്ടായിരുന്നു. എന്നെ വിളിക്കോ ചേച്ചി? റീസ്റ്റാർട്ട് ചെയ്യുവാ. ഫുഡും ഉണ്ട്, നാടൻ ഫുഡും ഉണ്ട്, എല്ലാം ചേർന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഉണ്ട്. എന്താണെങ്കിലും ഒന്ന് എനിക്ക് 15 ദിവസം അൺഹെൽത്തി ഫുഡ്, 15 ദിവസം മറ്റേ എന്താ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അങ്ങനെ വേണ്ടേ. നമ്മൾ എല്ലാത്തിനും ഒരു ബാലൻസ് കീപ്പ് ചെയ്യണ്ടേ. ആദ്യത്തെ ഓർഡർ ഇവിടെ റെഡി. അതെ, ചോദിക്കട്ടെ, കഴിക്കുന്നേ ഉള്ളോ? ഇതുപോലെ നല്ല കുക്ക് ചെയ്യോ? ഞാന് ബിഗ് ബോസിൽ വെച്ചിട്ട് ഞാൻ കുക്കിംഗ് എനിക്ക് ചെയ്യാൻ അറിയില്ല. ഞാൻ നന്നായിട്ട് കേക്ക് ബേക്ക് ചെയ്യും. എനിക്കൊരു കേക്കിന്റെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു ഒരു. അപ്പൊ ഞാൻ കടകളിലൊക്കെ നമ്മുടെ ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങിയതാ. പക്ഷെ അത് എന്തുകൊണ്ട് സക്സസ് ആയില്ല. പക്ഷെ എനിക്ക് അതുകൊണ്ട് ബേക്കിംഗ് നന്നായിട്ട് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യണം ഉറപ്പായിട്ടും. പക്ഷെ ചേച്ചി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതായത് കൊറോണ സമയത്ത് ഇത് തുടങ്ങി, ഇനി കൊറോണനെ തോപ്പിച്ച് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞ് തുടങ്ങിയ ആളാണ്. ഇപ്പൊ ഇത്ര വർഷമായിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോവാണ്. റീസ്റ്റാർട്ട് ചെയ്യും. ഓൺലൈനാണ് ഒന്നും കൂടെ ശക്തമായിട്ട്. അപ്പൊ നമുക്കൊരു ദിവസം ഒരു ബേക്കിംഗ് വീഡിയോ ചെയ്യാം. ഞാനപ്പം എനിക്ക് ബേക്കിങ്ങിനോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ കുക്കിംഗ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം എനിക്കൊന്നും ചെയ്യാനാണ് നമ്മള് സാഹചര്യങ്ങളല്ലേ നമ്മൾ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം ഒരു കൊലപാതകം ചെയ്യുമ്പോൾ ആ സാഹചര്യങ്ങളല്ല പാവം കൊലപാതകം ചെയ്യിപ്പിക്കാനായിട്ട് സംഭവിക്കുന്നത്. അല്ല, അതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാരും കൊലപാതകം ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. കുക്കിംഗ് ചെയ്യാനായിട്ട് അന്ന് ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ നമ്മൾ ഈ യൂട്യൂബൊക്കെ നമ്മളിങ്ങനെ കാണത്തില്ല. ഇപ്പം പൊന്നമ്മ ചേച്ചി ചെയ്യുന്നത് ഇപ്പൊ കണ്ടു എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ നമ്മള് കണ്ടല്ലോ, കണ്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കില്ല. അവിടെ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനായിട്ടില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ അതെല്ലാം ഡീകോഡ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി. അങ്ങനെ അപ്പൊ ഇനി കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, അത് കള്ളവായി പോകും. അപ്പം കുക്കിംഗ് ഇപ്പം അത്യാവശ്യം ഒറ്റക്കിട്ടാ ജീവിക്കാനായിട്ടുള്ളത് അറിയാം. അല്ലാതെ ഇതേപോലെ ലെജൻഡ് ഒന്നും അല്ല ഞാൻ. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് അറിയാമോ? നേരം 1-2 അല്ല. എത്ര വർഷമായി ചേച്ചി? 30 വർഷമായി. ഇപ്പൊ എനിക്ക് അറിയത്തില്ല. ഇപ്പം കൂടുതലും മെന്നും വിമനും എല്ലാവരും കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി. അപ്പൊ ചിലവർക്ക് ഇപ്പം എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറയുമ്പോ എന്തോ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രിവിലേജ് പോലെ ആൾക്കാർ കാണുന്നത്. അതൊക്കെ വെറും മണ്ടത്തരാണ്. എന്താ പറഞ്ഞത് പറഞ്ഞായിരുന്നു അങ്ങനെ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞായിരുന്നല്ലേ? അല്ലല്ല, സത്യം ചിലപ്പോ ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചൊരു കാര്യം, അറ്റ്ലീസ്റ്റ് ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് പഠിച്ചിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. അതെ, അത് സർവൈവൽ സ്കില്ലാണ്. ഇപ്പം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ, കിട്ടുന്ന എല്ലാം തോന്നിയതുപോലെ എടുത്ത് നമുക്ക് വാരി വലിച്ച് തിന്നാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രുചിയുള്ള ഭക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് പൊന്നമ്മ ഒഫീഷ്യൽ ബാബു സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. പോരാത്തതിന് എല്ലാ നോട്ടിഫിക്കേഷനും എന്താ ഞാൻ പറയും. ഇതെന്റെ മനസ്സിൽ തട്ടിയിട്ടുള്ള പ്രൊമോഷനാ, മനസ്സിലായല്ലോ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. അല്ല, ചിലർക്കൊരു സ്വഭാവം ഉണ്ട്, ഇതങ്ങോട്ട് എല്ലാം ഇരുന്ന് അങ്ങോട്ടേക്ക് കാണും, എന്നിട്ട് ഒന്നില്ലാണ്ട് വെറുതെ അങ്ങോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇവർക്ക് എന്തോന്ന് ഒന്ന് സബ്സ്ക്രൈബ് കുത്താൻ ശപിക്കട്ടെ. എന്റെ ദൈവമേ. അല്ലല്ല, മൈൽ സ്റ്റോണിനെ സബ്സ്ക്രൈബ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അല്ലല്ല, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൈ കുത്തില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം കൈ ഒടിഞ്ഞു പോകുന്നില്ല. വാച്ച് കാണാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുന്നതല്ല, പക്ഷെ കണ്ട സ്ഥിതിക്ക് ചോദിക്കണല്ലോ, ഡയമണ്ട് ആണോ? എന്ത് തോന്നുന്നു? മറ്റേ യൂട്യൂബ് ചാനൽ ഇനി വരും. ഡയമണ്ട് ആയിക്കൂടാന്നുണ്ടോ? അയ്യോ, ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാ. ഡയമണ്ട് ആണെങ്കിൽ ആണോ? ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ഡയമണ്ടിന്റെ മുകളിൽ വേറൊരു ഡയമണ്ട് എടുത്ത് വെക്കാറില്ല. ബിക്കോസ് ഐ ആം ദ ഡയമണ്ട്. ഓക്കെ. ഇത് മറ്റേ യൂട്യൂബ് ചാനലിൽ വരും. നിങ്ങൾ നിവിന്റെ കയ്യിലിട്ട വാച്ചിന്റെ വില എട്ടിയാൽ ഞെട്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം അത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്താണ് ഗുണം? ഇത് വേറൊരു ചാനലിൽ കോണ്ടന്റ് ആയി പോകണ്ടല്ലോ എന്നോർത്ത് ചോദിച്ചതാ ഞാൻ. ആ വാച്ചിന്റെ വില വേണ്ട. എവിടുന്നാ വാങ്ങിച്ചേ? ഗിഫ്റ്റ് ആണോ? പർച്ചേസ് ചെയ്താണോ? പർച്ചേസ് ചെയ്തത് എന്റെ കയ്യിലെ സ്വന്തം പൈസ വെച്ചിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത എന്റെ വാച്ച്. നോക്കട്ടെ, അത് കാണിക്കും, നോക്കട്ടെ. സൂപ്പർ. ആദ്യം നിങ്ങള് ഫിഷ് മപ്പാസിൽ സൂം ചെയ്ത് പഠിക്ക അല്ലേ? എനിവേ, താങ്ക് യു സോ മച്ച് മാൻ. നമ്മുടെ ഈ ഒരു എപ്പിസോഡില് നമ്മുടെ പൊന്നമ്മ ചേച്ചിയുടെ കൂടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഫുഡ് അടിപൊളിയായിരുന്നു എന്നുള്ളത് അല്ലേ, പറയേണ്ട കാര്യമില്ല. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. വർഷം 2026
നല്ല വർഷമായിരിക്കും അടിപൊളിയാവട്ടെ. എല്ലാം നല്ല സിനിമയും ഓക്കെ നല്ല പ്രോഗ്രാംസും എല്ലാം നന്നായിട്ട് കിട്ടട്ടെ കേട്ടോ. ആരാ bless ചെയ്യുന്നേ? താങ്ക് യു. അല്ല ഇതെന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ചേച്ചി. താങ്ക് യു. അപ്പോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ വകയായിട്ട് ഒരു സമ്മാനം ഞാൻ തന്നെ പൊന്നമ്മ ചേച്ചിയെടുത്ത് വാങ്ങിക്കാൻ പോവാണ്. അതല്ല ഉദ്ദേശിച്ചത്. അല്ലല്ല, തെറ്റിപ്പോയി. യെസ്, നമ്മുടെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് ഹോളിഡേ ഇന്നിൽ വെച്ചിട്ടാണ്. ഹോളിഡേ തരുന്ന സൂപ്പർ ഗിഫ്റ്റ് ആണ് നെവിനെ. ഹോളിഡേന്റെ പ്രശ്നം യെസ്, അപ്പൊ ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു ഹോളിഡേ. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഹോളിഡേയിൽ വരിക. എപ്പോഴും ഫുഡ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറയില്ല, വല്ലപ്പോഴൊക്കെ വന്ന് നമുക്ക് ഹോളിഡേന്ന് കഴിക്കാം. പിന്നെന്താ, ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ റീൽസ് എടുക്കാം, ഷൂട്ട് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം താങ്ക് യു ഹോളിഡേ ഫോർ ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ്. പിന്നെ അത്രയൊക്കെ മതി. ഹാപ്പി ക്രിസ്മസ് മാം. ശരി, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ബൈ പൊന്നമ്മ ചേച്ചി. അപ്പൊ പൊന്നമ്മ ചേച്ചിയുടെ ആദ്യത്തെ ഡിഷ് കഴിഞ്ഞു, രണ്ടാമത്തെ ഡിഷിലേക്ക് നമ്മൾ കിടക്കാണ്. ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പൊ അതിനെന്തൊക്കെയാ വേണ്ടെന്നുള്ളത് യെസ് വേണ്ടത് നമുക്ക് ചേർത്ത് കാണിച്ചു കൊടുക്കാം. അതെ, അപ്പൊ ആദ്യം ഈ കിഴങ്ങൊന്ന് ഒന്ന് ശരിക്കും കൈകൊണ്ടത് അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിലേക്ക് ഗ്ലൗസ് ഒക്കെ ഇടാൻ പോവുകയാണ്. വേവിച്ച പൊട്ടറ്റോ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ചിക്കന് ഓക്കെ, ചിക്കനും പൊട്ടറ്റോയും കൂടെ നമ്മൾ നല്ല മിക്സ് ചെയ്യാണ്. നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് പെപ്പർ, ഗരം മസാല എന്ന് പറഞ്ഞാൽ പെരുജീരകം മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് നല്ല ചോപ്ഡ് ഓണിയൻ, നന്നായിട്ട് വേപ്പില, മല്ലിയില. കറക്റ്റ് അളവൊന്നും ഇല്ല കേട്ടോ, ചേച്ചിയുടെ മനസ്സിൽ തോന്നുന്ന കണക്ക് കറക്റ്റ് ആണ് എന്നുള്ളതാണ് നമ്മള് ഫിഷ് മപ്പാസിൽ നിന്നും പഠിച്ചത്. ലേശം ഉപ്പ്. എനിക്ക് സത്യം പറഞ്ഞ ഈ നോർത്ത് ഇന്ത്യൻ ചാട്ട് മസാല ഇല്ലേ, അതുപോലെ തോന്നുന്നത് കാണുമ്പോ. ഇനിയിപ്പോ അത് കട്ട്ലേറ്റിന്റെ രൂപത്തിലേക്ക് ആയി വരുമ്പോ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഒരു പിടി പിടിക്കും ഇങ്ങനെ, ഒരുപാട് വലുത് നോക്കട്ടെ. മതിയോ? ഇത് മതിയാവും അല്ലേ? ഇങ്ങനെ മതിയല്ലോ. നമ്മളിനി ഇത് മുട്ടയിൽ മുക്കാൻ പോവാണ്. മുക്കി ബ്രെഡ് ക്രംസില് മുക്കി നന്നായിട്ട് അത് പൊതിഞ്ഞ് ഇനി നമ്മള് കൊടയിലൊക്കെ കുടഞ്ഞ് യെസ് 2-3 തവണ ആ കോട്ട് ഇട്ടാ നല്ലതായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റിനകത്ത് നമ്മുടെ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ യൂട്യൂബിനകത്ത് നോക്കിയാലേ ഏതെല്ലാം സൈസ് വേണം നമ്മൾ നോക്കിയാൽ മതി. പക്ഷെ നല്ല പുതിയ പുതിയ ഐറ്റംസ് കുറച്ച് ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതെ, ഇപ്പൊ പരിപ്പോട പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. എന്നാലും കുറച്ച് ഒന്ന് കൈകൊണ്ടേ ഒന്ന് ശരിക്കും വെച്ചാൽ മതി. ഇല്ല നോക്കണോ? മതിയല്ലേ? മതി, നാലെണ്ണം മതിയാവും. നമുക്ക് 2 പേർക്കും കഴിക്കാനും ഷെഫിന് കഴിക്കാനും പിന്നെ നമ്മുടെ ക്രൂ എല്ലാരും കൂടെ അറിയത്തില്ല. ഇത്ര ഒരുപാട് കട്ടി വേണം, കട്ടി ആകെ വേവൂല. കട്ടി കുറച്ച് ചെയ്യ് കേട്ടോ. ഓക്കെ, സംതിങ് സ്പെഷ്യലിലെ 2 അടിപൊളി ഡിഷസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെവിൻ വന്ന് നമ്മുടെ ഫിഷ് മപ്പാസും അപ്പവും ടേസ്റ്റ് ചെയ്തു. ഇനി ഇത് 3ഉം കൂടി ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഹോളിഡേ ഇന്നിലെ ഷെഫ് റെഡിയാണ്. ഷെഫ് റെഡി? നല്ല അടിപൊളിയായിട്ട് ഷെഫ് റെഡിയാണ്. ഇതിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല അഭിപ്രായമില്ല. എന്താ പറയണ്ട, മോളത് ചെയ്തത് അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ ആ ഒരിങ്ങനെ ഹോംലി ഉണ്ടാക്കുമ്പോ ഇതൊക്കെ തന്നെയാണ് വീട്ടിൽ കൂടെ പോലെ ഒരാളെയാണ് ഞാൻ നോക്കിയിരുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് പ്രൊഫഷണലി ആള് നമ്മളോട് പറയാൻ പോവാണ്. ഇപ്പോ എനിക്ക് ഇതിന്റെ 2ന്റെയും കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. അത് അടിപൊളിയാണെന്നുള്ള കാര്യത്തില് നല്ല കോൺഫിഡന്റ് അല്ലേ? കാരണം എന്താ വെച്ചാൽ ഞാനല്ലോ ഉണ്ടാക്കിയത്. അങ്ങനെ കൊള്ളാം. ഞാൻ പ്രതീക്ഷിച്ചില്ല, അതിനേക്കാളും നല്ല ടേസ്റ്റ്. എല്ലാം പാകത്തിനാണ്. പ്രതീക്ഷിച്ചില്ല, നാളെ അറിയില്ലാത്തോണ്ടാണ്. അടിപൊളി ഷെഫാണ്. എനിക്ക് മനസ്സിലായി. ഇതിപ്പോ ഉണ്ടാക്കുമ്പോ അറിയാലോ, വീട്ടിൽ നല്ല പാചകം ചെയ്ത് പരിചയമുണ്ട്. എരിവാണെങ്കിലും പുളിയാണെങ്കിലും നല്ല കറക്റ്റാ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നേരത്തെ വിശ്വസിച്ചില്ല. ഹോട്ടൽ മാനേജർ പഠിച്ചതിലോ കയറിയതാണോ? ഞാൻ ഇവിടെ വന്ന് കേറിയാലോ, ഇടയ്ക്ക് പോരെ, നമുക്ക് ഇവിടെ ലൈവിലൊക്കെ ഒരാളെ വേണല്ലോ. പാലപ്പം ഒന്ന് കൂട്ടി പിടിച്ചു നോക്കിയാലോ? കൂട്ടി ചേർത്ത്
തനി നാടൻ സ്റ്റൈലായിട്ട് നമ്മുടെ വീട്ടിലെ അമ്മമാര് വെക്കുന്ന പോലെ അയ്യോ ഞാൻ പറഞ്ഞേ ഉള്ളൂ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. പറ കേക്കട്ടെ. സൂപ്പറാട്ടോ, അപ്പൊ ഒന്നും പറയാനില്ല, അതാ ഷെഫേ പറഞ്ഞു ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഇനി പറയാനുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാം. കട്ട്ലൈറ്റ്. കട്ട്ലേറ്റ് ആദ്യം തന്നെ ആ നല്ല മുരിഞ്ഞു തുറന്നെടുത്തോളൂ. എടുത്തോളൂ ഒന്ന്. മുരിഞ്ഞത് നോക്കി ഓർമ്മയെടുക്കാം. നമ്മള് ചിക്കൻ കട്ട്ലേറ്റിലോ ഉണ്ടാക്കി? അതെ, പകുതി വെന്തിട്ടുണ്ടാവാനൊക്കെ സാധ്യത. നല്ലതാണ്, മോശം പറയാനില്ല, തെറ്റ് പറയാനില്ല. നല്ല കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മള് പുറമേ നിന്ന് മേടിക്കുന്നതിൽ ഇച്ചിരി സ്പൈസിയും സാധനങ്ങളെല്ലാം ഉണ്ടാവും. നമുക്ക് വീട്ടിലെ പിള്ളേർക്ക് കൊടുക്കാൻ പാകത്തിനുള്ള എല്ലാം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ രീതി ഒരു ടെസ്റ്റ് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. കാരണം അധികം സ്പൈസി ഇല്ല, അധികം മസാല ഇല്ല, സിമ്പിൾ ആയിട്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടത് പൊന്നമ്മ ചേച്ചിയാണ്. ഞാൻ വളരെ നന്നായിട്ടുണ്ട്. ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ കട്ട്ലേറ്റ് ആക്കി എടുത്തു. നമ്മള് പ്രൊഫഷണൽ ഒന്നും അല്ലല്ലോ. അതെ, എന്റെ ഷെഫാണ് ഷെഫ്. നമ്മളെല്ലാരും പ്രോത്സാഹിപ്പിക്കും. നമ്മൾ ആരെയും നിരുത്സാഹപ്പെടുത്തിയല്ല. നമുക്ക് ഒരു 10 പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഷേപ്പ് കിട്ടും. നമ്മൾ എന്നും ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. അതെ. അപ്പൊ ഷെഫേ, നമുക്ക് ക്രിസ്മസ് അടിപൊളിയാക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഷെഫിന്റെ സാന്നിധ്യത്തില് നമ്മൾ കുറച്ച് ഗിഫ്റ്റ് പൊന്നമ്മ ചേച്ചിക്ക് ഞങ്ങൾ തരാൻ പോവാണ്. ആദ്യം തന്നെ ക്രിസ്മസിന് കേക്ക് ഇല്ലാതെ എന്ത് ആഘോഷം അല്ലെ? അപ്പൊ ഹോളിഡേന്റെ വക പൊന്നമ്മ ചേച്ചിക്ക് ഒരു അടിപൊളി പ്ലം കേക്ക് റെഡിയാണ്. അത് കൊടുക്കാൻ പോകുന്നത് ഹോളിഡേന്റെ എല്ലാമായ നമ്മുടെ സ്വന്തം ഷെഫാണ്. ഷെഫിന്റെ പേര് അനിൽ ടി തോമസ്. ഓക്കെ അനിലേട്ടാ, റെഡി? താങ്ക് യു ഷെഫ്. താങ്ക് യു. അപ്പൊ ഹാപ്പി ക്രിസ്മസ് ചേച്ചി. താങ്ക് യു സോ മച്ച്. ഇത് ഹോളിഡേന്റെ വക. ഇനി ഞങ്ങളുടെ വക കുറച്ചുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് ഷെഫ്. താങ്ക് യു. കുറച്ചു നേരം ഈ കിച്ചൺ ഞങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നതിന് വീണ്ടും ഒരു താങ്ക് യു കൂടി. താങ്ക് യു. ശരി. കേക്ക് മാത്രമല്ല കേട്ടോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഹാമ്പർ കൂടി നമ്മള് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന് കൊടുക്കാൻ പോവാണ്. ചേച്ചി, ഇത് നമ്മുടെ മുഴുവൻ സ്നേഹമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്നാണ്. സ്നേഹം അല്ലാതെ വേറെ എന്തൊക്കെയോ ഉണ്ട്. ജീവനുള്ള എന്തെങ്കിലും ആണോ? അപ്പോ ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. തീർന്നിട്ടില്ല, ഇനിയുള്ളത് ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ സിസോ എന്ന് പറയുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു അടിപൊളി ടീമാണ്. അവര് നമ്മുടെ പൊന്നമ്മ ചേച്ചിക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണിത്. അപ്പൊ വീട്ടിൽ ചെന്ന് തുറന്നിട്ട് ഞങ്ങളെ വിളിച്ച് അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു സോ മച്ച് സിസു ആൻഡ് ചേച്ചി. താങ്ക് യു സോ മച്ച്. നമ്മള് കിച്ചണിൽ നിന്നപ്പോ ചേച്ചി കുറെ തവണ ഉപയോഗിച്ച ഒരു സാധനം എന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പർ ആണ്. അതുകൊണ്ട് ചേച്ചിക്ക് വേർക്കുമ്പോൾ മുഖം തുടയ്ക്കാനായിട്ട് ടിഷ്യൂ പേപ്പർ. അതെ, അത് പ്യൂറിറ്റിന്റെ നല്ല സോഫ്റ്റ് ടിഷ്യൂ പേപ്പർ ആണ് ചേച്ചി. അപ്പോ ഇതും ഞങ്ങളുടെ വക ക്രിസ്മസ് സമ്മാനമാണ് ചേച്ചി. ഇനി നമ്മൾ ഒരു അടിപൊളി ഗിഫ്റ്റ് വൗച്ചർ തരാൻ പോവാണ്. എന്താണെന്നറിയോ? ആറ്റിങ്ങിലുള്ള രാജകുമാരി ഗ്രൂപ്പിന്റെ ഷോപ്പിൽ ചെന്നാല് ചേച്ചിക്ക് 5000 രൂപയ്ക്ക്, ചേച്ചി ഒന്ന് കാലെടുത്ത് കുത്തിയാൽ മതി, അപ്പൊ തന്നെ 5000 രൂപ ഫ്രീ ആയിട്ട് ഷോപ്പ് ചെയ്തിട്ട് ഇറങ്ങാം. ഇതിൽ കൂടുതൽ നമ്മൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്താണ് ക്രിസ്മസ് അടിപൊളിയാക്കാനായിട്ട് തരാനുള്ളത്. അപ്പൊ ആറ്റിങ്ങിൽ പോകുമ്പോ മറക്കണ്ട, രാജകുമാരിയിൽ കേറിയിട്ട് പോകുമ്പോഴല്ലേ അങ്ങനെ പറയണ്ട, ഒട്ടണ തന്നെ പൊക്കോളം. യെസ്. അപ്പൊ ചേച്ചി, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊന്നമ്മ ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ടി വന്നതിന്, ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന്, നല്ല അടിപൊളി ഡിഷസ് ഉണ്ടാക്കി തന്നതിന് താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു. തിരിച്ചും അതുപോലെ തന്നെ മൈൽ സ്റ്റോണിലെ എല്ലാ അംഗങ്ങൾക്കും, അല്ല നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ മൈൽ സ്റ്റോൺ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതുപോലെ കുറച്ച് ഇറങ്ങി, കുറച്ച് നല്ല പുതിയ ആൾക്കാരുകളെ പ്രോത്സാഹനം ഒക്കെ ആയിട്ട് നല്ല സമ്മാനങ്ങളൊക്കെ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഡിജിറ്റൽ രംഗത്ത് ഒരു വിപ്ലവം തന്നെ കൊണ്ടുവന്ന ഒരു തീർച്ചയായും അത് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറയുന്നത് അത് ഇങ്ങനെ തന്നെ അത് നല്ല കീപ്പ് ചെയ്ത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് അത് മാറട്ടെ. ഇതിലും ഗംഭീരമായ പരിപാടികൾ അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നും കൂടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് എവരിവൺ.